ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ആക്രി കടയിൽ പോയിരുന്നപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ഒരു സാധനമാണ് ഇത് നമ്മുടെ 24 വോൾട്ട് നമ്മുടെ വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന 24 വോൾട്ട് DC യുടെ ഒരു ഫാനാണ്. മോട്ടർ നല്ല വർക്കിംഗ് ആണ്, എന്നാൽ ബാക്കിയെല്ലാം പോയി. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വീട്ടിൽ കൊടുക്കേണ്ട കണക്കിന് ഇതിനൊരു അഡാപ്റ്ററൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഈ ഫാനിൻ്റെ ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനെ നമ്മളതായ രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ PVC യുടെ പൈപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ PVC വീട്ടിലൊക്കെ വരുന്ന വെള്ളത്തിൻ്റെ PVC പൈപ്പിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സാധനങ്ങൾ നമ്മുടെ 3/4 ഇഞ്ചിൻ്റെ ഒരു 3 T, പിന്നെ 3/4 ഇഞ്ചിൻ്റെ തന്നെ ഒരു 4 എൽബോ, പിന്നെ ഇതൊരു എൻഡ് ഗ്യാപ്പാണ്. നമ്മുടെ ഈ പൈപ്പിൻ്റെ ലാസ്റ്റ് അവസാനം അടച്ചു വയ്ക്കുന്ന എൻഡ് ഗ്യാപ്പാണ്. അതിലൊരു ഹോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫാനിൻ്റെ ലെഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ മാത്രം നമ്മൾ ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ പീസ് അളവിന് വേണ്ടി നമ്മൾ മുറിച്ചെടുത്തേക്കുന്നത് നമുക്ക് സ്റ്റാൻഡിന് വേണ്ടിയുള്ള കുറച്ച് പീസുകളാണ്. ആ പീസിൽ ഒരു 2 പീസ് നമുക്കിങ്ങനെ ഒന്ന് സെൻറ്ററിലോട്ട് ഹോൾ ചെയ്തെടുക്കണം. ഇത് വയർ അതിൻ്റെ കൂടെ ഉള്ളിലൂടെ കടത്തി വെളിയിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ എടുത്തേക്കുന്നത് നമ്മുടെ സ്പ്രേ ആണ്. ഇതൊന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ബ്ലാക്ക് കളറുടെ സ്പ്രേ ആണ്. പിന്നെ കുറച്ച് വയർ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഫാനിൽ വയ്ക്കുന്ന റെഗുലേറ്ററാണ്. അപ്പോൾ ഇത് അതിൻ്റെ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു പഴയതാണ്. അതിന് പൈപ്പ് കയറാൻ കണക്കിന് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഓൺ ഓഫിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാൻഡ് രൂപം വരുന്നത്. ഇതിലിപ്പോൾ ഒന്നും നിറച്ചിട്ടില്ല. ഇതിന് ഇതിൻ്റെ അകത്ത് പാറപ്പൊടിയോ മണ്ണോ എന്തെങ്കിലും കൊണ്ട് ഫില്ല് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ വയറിങ്ങും കൂടെ ചെയ്യാനുണ്ട്. വയറിങ്ങും ചെയ്ത് ഗമ്മ് തൊട്ട് നമുക്ക് ഇതിനൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി സ്റ്റാൻഡായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാ സാധനങ്ങളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പരസ്പരം എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തൂടെ നമുക്ക് പവർ സപ്ലൈക്ക് വേണ്ട 2 വയറുകളൂടെ നമ്മൾ വെളിയിലെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെയിറ്റിന് വേണ്ടി കുറച്ച് പാറപ്പൊടി നിറയ്ക്കാം. പാറപ്പൊടിയാണ് നമ്മൾ നിറയ്ക്കുന്നത്. മണലോ എന്ത് വേണോ നിറയ്ക്കാം. നമ്മൾ മൊത്തത്തിൽ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബാക്കി ഈ സൈഡ് കൂടെ നമുക്ക് ഒട്ടിച്ചിട്ട് ഈ സ്റ്റാൻഡ് കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടെ മൊത്തത്തിൽ ഇതിൻ്റെ അകം മുഴുവനും നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. പാറപ്പൊടിയാണ് നിറച്ചിരിക്കുന്നത്, വെയിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫാൻ ഇതിൻ്റെ പുറത്തിരുന്ന് ഓടുമ്പോഴത്തേക്കും ജെർക്കിങ്ങോ വെയിറ്റിങ്ങോ കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഇതാണ് നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമ്മുടെ ഫാനിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫാനിൻ്റെ ഈ ക്ലാമ്പുകളൊക്കെ, ഈ പൊട്ടിപ്പോയ ക്ലാമ്പുകളെല്ലാം നമുക്കൊന്ന് അഴിച്ച് കളയണം. അഴിച്ച് കളഞ്ഞ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഇതിനെ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ ക്ലാമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നല്ല പണി ചെയ്തിട്ട് നടക്കുന്നില്ല. ഇതിവിടെ വെൽഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത്, ഈ ക്ലാമ്പ് മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം. ഇതാണ് നമ്മുടെ ക്ലാമ്പ്. നമ്മൾ ഫാന് സ്റ്റാൻഡിലോട്ട് സെറ്റ് ചെയ്യുന്നത് ഈ ക്ലാമ്പിലാണ്. അപ്പോൾ നമ്മുടെ ഈ ലീഫിനെ ഒന്ന് ഊരിയെടുക്കണം. ലീഫിനെ ഊരിയെടുത്ത് മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം.
അടുത്തായി നമ്മുടെ സ്റ്റാൻഡ് ഇടയ്ക്കാണ്. പെയിൻ്റ് അടിക്കാനുള്ള സാധനങ്ങളെല്ലാം പെയിൻ്റ് അടിച്ച് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വച്ചിരിക്കുന്നതേ ഉള്ളൂ. ഈ സ്വിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കാൻ കണക്കിന് നമുക്ക് MC വെച്ചൊന്ന് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ടൈം കൊടുത്തിട്ട് നമുക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഈ എൻഡ് ഗ്യാപ്പാണ് വേണ്ടത്. എൻഡ് ഗ്യാപ്പ് ഇവിടെ ഇട്ട് അടയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ അടയ്ക്കാൻ വേണ്ടി നമ്മുടെ വയർ വെളിയിലെടുക്കാൻ ഇവിടെ ഒരു ഹോൾ ചെയ്തിട്ടുണ്ട്. ഈ ഹോൾ വഴി ഈ വയർ വെളിയിലെടുത്തിട്ട് ഇതിലാണ് നമ്മൾ ക്ലാമ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ക്ലാമ്പ്, നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ക്ലാമ്പാണ്. ഈ ക്ലാമ്പിനെയാണ് നമ്മളിങ്ങനെ ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതാ ഈ എൻ്റെ ഗ്യാപ്പിൽ ഈ ക്ലാമ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് ഫാന് അതിൻ്റെ മുകളിൽ ഹാങ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഈ ക്ലാമ്പിൽ ഇതിനെ ഇവിടുത്തെ ഹോളിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ക്ലാമ്പിന് അപ്പോൾ നമ്മുടെ ഫാനിനെ നമ്മൾ ആ ക്ലാമ്പിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.